നമസ്കാരം. വായ്പാ തട്ടിപ്പ് കേസിൽ റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ അനിൽ അംബാനിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുമ്പോൾ നാമെല്ലാം കരുതുന്നത് അദ്ദേഹം ഒരു ഗജ ഫ്രോഡാണ് എന്നായിരിക്കാം. എന്നാൽ അനിൽ അംബാനിയുടെ ബിസിനസ് ജീവിതത്തിൽ ഇതിനു മുൻപും ഇത്തരം പ്രയാസഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചകളിലൊന്നായി വിലയിരുത്തപ്പെടുന്നതായിരുന്നു അനിൽ അംബാനിയുടെ തകർച്ച. 1,83,000 കോടി രൂപയിലധികം ആസ്തി ഉണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ധനികനിൽ നിന്ന് പൊളിഞ്ഞു പാളീസായി പാപ്പർ ഹർജി ഫയൽ ചെയ്യേണ്ടി വന്ന അനിലിന്റെ കഥ ഇന്ത്യൻ ബിസിനസ് ലോകത്ത് സമാനതകളില്ലാത്തതായിരുന്നു. ജീവിതം കള്ളിനും പെണ്ണിനും വേണ്ടി ഉഴിഞ്ഞു വെച്ച് നശിച്ചു പോയ ബിസിനസ്സുകാരനാണ് അനിൽ എന്നത് നമ്മുടെ ഒരു മിഥ്യാധാരണ മാത്രമാണ്. സമ്പൂർണ്ണ മദ്യവിരോധിയും സസ്യബുക്കുമാണ് അനിൽ അംബാനി. ജ്യേഷ്ഠൻ മുകേഷ് അംബാനി ലോകത്തിലെ 11ാമത്തെ ധനികനായി വളരവെയാണ് അനിയന്റെ ഈ ഒരു ദുരവസ്ഥ. ഒരു കാലത്ത് ജ്യേഷ്ഠനേക്കാൾ കേമനായ അനിയൻ ആഗോള കോടീശ്വര പട്ടികയിൽ 6ാം സ്ഥാനം വരെ കണ്ടെത്താൻ അനിൽ അംബാനിക്ക് സാധിച്ചിരുന്നു. എന്നാൽ എവിടെയോ വച്ച് താളം തെറ്റിയ അനിൽ അംബാനിയുടെ സാമ്രാജ്യം കടങ്ങളിലേക്ക് കൂപ്പുകുത്തുന്നതാണ് പിന്നീട് കണ്ടത്. 2020 UK കോടതിയിൽ പാപ്പരത്വം പ്രഖ്യാപിക്കുന്നത് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് വീഴ്ചകളിലൊന്നായിട്ടാണ് അനിൽ അംബാനിയുടെ പതനം വിലയിരുത്തപ്പെടുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ പവർ കമ്പനി ഉണ്ടാക്കാനായി ലക്ഷക്കണക്കിന് കോടി കടമെടുത്ത ഒരു കോർപ്പറേറ്റ് ചൂതാട്ടമായിരുന്നു അനിൽ നടത്തിയതെന്ന വിമർശനമുണ്ട്. അവസാനം ചൈനീസ് ബാങ്കുകൾ അറസ്റ്റ് ചെയ്യുമെന്നായപ്പോൾ മുകേഷ് അംബാനിയാണ് $500 മില്യൺ കൊടുത്ത് അനിയനെ ജയിലിൽ നിന്ന് രക്ഷിച്ചത്. ഇന്നും മുകേഷ് അംബാനി കുടുംബം അനിലിന് പിന്നിൽ ഉറച്ച പിന്തുണയുമായുണ്ട്. 2024 മുതൽ ബിസിനസ്സിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ അനിൽ തീരുമാനിക്കുന്നു. മക്കളെ രംഗത്തിറക്കിയുള്ള പ്രവർത്തനം, പോയതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് വീണ്ടും പ്രതിസന്ധികളിലേക്ക് വീഴുന്നത്. അനിൽ അംബാനി അടുത്തറിയുന്നവർക്ക് ഒരുപക്ഷെ ഇപ്പോൾ കേൾക്കുന്ന വാർത്തകളെല്ലാം തന്നെ കൗതുകം ജനിപ്പിക്കുന്നതായിരിക്കും. ഒരു കാലത്ത് മുംബൈ പത്രങ്ങൾ ഫാഷന്റെയും ട്രെൻഡിങ്ങിന്റെയും പുതിയ സംരംഭങ്ങളുടെയും ആശയങ്ങളുടെയും ഒക്കെ തലച്ചോറായി ഒരുപാട് എഴുതി പിടിപ്പിച്ചത് അനിൽ അംബാനിയെ കുറിച്ചായിരുന്നു. മുകേഷിലായിരുന്നില്ല, അനിലിലായിരുന്നു ധീരുഭായ് അംബാനിയുടെയും പ്രതീക്ഷകൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകനായിട്ടും അധികം പ്രണയങ്ങളും അനിലിന് ഉണ്ടായിരുന്നില്ല. നടി ടീന മുനിമിനെയാണ് അദ്ദേഹം വിവാഹം ചെയ്തത്. മദ്യപാനവും സ്ത്രീലമ്പടത്വവും ഒന്നുമില്ലാതിരുന്നിട്ടും അനിൽ അംബാനി പാപ്പരായത് മക്കൾക്ക് മുന്നിലും ഒരു പാഠമാണ്. വ്യക്തിപരമായി അനിലിന്റെ ദൗർബല്യമായി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ കാണുന്നത് പെട്ടെന്ന് ദേഷ്യവും വെട്ടെന്ന മുറി 2 എന്ന ശൈലിയുമാണ്. ബിസിനസ് ജീവിതത്തിലും ഇതേ ശൈലി തുടർന്നതാണ് അനിലിന് തിരിച്ചടിയായത്. അല്ലാതെ കുടിച്ചു കൂത്താടി ആഡംബര ജീവിതം നയിച്ചത് കൊണ്ട് പറ്റിയതല്ല ഇതൊന്നും. ചെറുപ്പത്തിൽ തന്നെ ധീരുഭായ് അംബാനിയുടെ 2 ആൺമക്കളും 2 വ്യത്യസ്ത ധ്രുവങ്ങളിലായിരുന്നു. മുകേഷ് അന്തർമുഖനും അനിൽ ഉല്ലാസപ്രിയനും. ശാന്തനും മൃദുഭാഷിയുമായ മൂത്ത മകനേക്കാൾ ധീരുഭായ് അംബാനിക്ക് അല്പം കൂടുതൽ ഇഷ്ടം കുസൃതിയും ഊർജ്ജസ്വലനുമായ ഇളയ മകനോടായിരുന്നു. ധീരുഭായിയുടെ രൂപസാദൃശ്യം പോലും കൂടുതൽ ഉണ്ടായിരുന്നത് അനിലിനാണ്. അതുകൊണ്ട് തന്നെ ധീരുഭായിയുടെ യഥാർത്ഥ പിൻഗാമി അനിലാണെന്ന് മുംബൈ പത്രങ്ങൾ എഴുതി. പക്ഷെ അധ്വാനത്തിന്റെ കാര്യത്തിൽ മുകേഷാണ് മുന്നിൽ. 1985 പിതാവിന് മസ്തിഷ്കാഘാതം ഉണ്ടായതിനെ തുടർന്ന് കമ്പനിയുടെ സാമ്പത്തിക ബന്ധങ്ങളുടെ ദൈനംദിന നടത്തിപ്പ് ഏറ്റെടുത്തതും അനിലായിരുന്നു. ധീരുഭായ് അംബാനിയുടെ മരണത്തിന് 3 വർഷത്തിന് ശേഷം റിലയൻസ് സാമ്രാജ്യം മുകേഷിന്റെ നേതൃത്വത്തിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും അനിൽ നയിക്കുന്ന റിലയൻസ് അനിൽ ധീരുഭായ് അംബാനി ഗ്രൂപ്പും 2ആയി വിഭജിക്കപ്പെട്ടു. അംബാനി സഹോദരങ്ങൾ തമ്മിലുള്ള കടുത്ത സംഘർഷത്തിന്റെ ഫലമായിരുന്നു ഇത്. അമ്മ കോകിലാബിൻ ഇടപെട്ടിട്ടും തർക്കം തീർന്നില്ല. മഹാഭാരത യുദ്ധത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വത്ത് കേസെന്നായിരുന്നു മുകേഷ് അനിൽ അംബാനി തർക്കം വിലയിരുത്തപ്പെട്ടത്. ചേട്ടനും അനിയനും റിലയൻസ് സാമ്രാജ്യം പങ്കിട്ടെടുക്കുമ്പോൾ മുകേഷിന് കിട്ടിയത് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനി മാത്രമാണ്. അനിയന് കിട്ടിയത് ഉഗ്രൻ ക്യാഷ് ഫ്ലോ ഉള്ള ഒരു പറ്റം കമ്പനികളും. മുകേഷിന് 65 ബില്യൺ മാത്രം വാല്യൂ ഉള്ള റിലയൻസ് കിട്ടിയപ്പോൾ അനിലിന് കിട്ടിയ റിലയൻസ് ക്യാപിറ്റൽ എന്ന കമ്പനിക്ക് മാത്രം 75 ബില്യൺ മാർക്കറ്റ് ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. കൂടാതെ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന മുംബൈ ആൻഡ് ഡൽഹി വൈദ്യുത വിതരണ കുത്തകയുള്ള കമ്പനിയും ടെലികോം ബിസിനസ് എല്ലാം കിട്ടി. ഇതൊക്കെ കിട്ടിയിട്ടും ധൂർത്തും അമിതമായ കടമെടുപ്പും അനിലിനെ ബാധിച്ചു. എണീറ്റ് നിൽക്കുന്നതിന് മുൻപ് ഓടാനായിരുന്നു അയാളുടെ ശ്രമം. ഓവർ അംബിഷൻ എന്ന ഇംഗ്ലീഷിൽ പറയുന്ന സാധനമാണ് അനിലിന്റെ പരാജയത്തിന് കാരണമായി ബിസിനസ് അനലിസ്റ്റുകൾ കണ്ടത്. അറിയാത്ത എന്തൊക്കെയോ മേഖലകളിൽ നിക്ഷേപിച്ച് അയാൾക്ക് കൈപൊള്ളി. എന്നാൽ ചേട്ടൻ മുകേഷിന് ആ എടുത്തുചാട്ടം ഉണ്ടായിരുന്നില്ല. എല്ലാം വിദഗ്ധരെ വെച്ച് പഠിച്ചാണ് മുകേഷ് ചെയ്യുന്നത്. ചേട്ടനോട് മത്സരിച്ച അവസാനം അനിയൻ പാപ്പരാവുകയാണ് ഉണ്ടായത്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു പഠനത്തിൽ പറയുന്നത് അനിലും മുകേഷും തമ്മിലുള്ള പ്രധാന വ്യത്യാസം
ഡിസിഷൻ മേക്കിംഗ് ആണ് എന്നതാണ്. ഈ ഒരൊറ്റ ഘടകത്തിൽ വന്ന പിഴവ് മൂലം സഹോദരങ്ങളിൽ ഒരാൾ ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനും മറ്റേയാൾ ഇന്ന് കാണുന്ന അവസ്ഥയിലുമായി. പ്രതിസന്ധികളിലും മുകേഷ് അംബാനിയോട് കിടപിടിക്കുന്ന ലൈഫ് സ്റ്റൈൽ തന്നെയായിരുന്നു അനിലിനുണ്ടായിരുന്നത്. 17 നിലകളിൽ ഒരുക്കിയ കൊട്ടാര സമാനമായ വീടുണ്ട് ഇദ്ദേഹത്തിന്. അഡോബ് എന്ന ഈ വീട് പാലി ഹിൽസിലാണ് സ്ഥിതി ചെയ്യുന്നത്. 20 കോടിയോളം വില വരുന്ന കാർ കളക്ഷൻ അനിലിനുണ്ട്. റോൾസ് റോയ്സ്, ലെക്സസ് XUV, പോർഷെ, ഔഡി Q7, മെഴ്സിഡസ് GLK 350 തുടങ്ങിയ നിരവധി ആഡംബര കാറുകൾ അനിൽ അംബാനിയുടെ പക്കലുണ്ട് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നിരുന്നാലും UK കോടതി കാറുകളുടെ കൂട്ടത്തെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ തനിക്ക് ഒരു കാർ മാത്രമേ ഉള്ളൂ എന്നാണ് അനിൽ മറുപടിയായി നൽകിയത്. ലോകത്തെ തന്നെ ഏറ്റവും വിലയേറിയ വാച്ചുകളും പ്രൈവറ്റ് വിമാനങ്ങളും അനിൽ അംബാനിയുടെ പേരിലുണ്ട്. കൂടാതെ മുംബൈയിലെ അംബാനിയുടെ പൂർവിക ഭവനം അനിൽ അംബാനിയുടെ പേരിലാണ്. ഇതിലും അനിലിനെ പൂട്ടിയ ED നടപടികൾ സാരമായി ബിസിനസ് ശൃംഖലയെ ബാധിക്കില്ല. റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ്, റിലയൻസ് ഹോം ഫിനാൻസ് ലിമിറ്റഡ് എന്നിവയുമായി ബന്ധപ്പെട്ട 10 വർഷത്തിന് മുൻപ് നടന്ന ഇടപാടുകളിലാണ് പരിശോധനകൾ നടക്കുന്നതെന്നാണ് അനിലിന്റെ കമ്പനികൾ വിശദീകരിക്കുന്നത്. 2 കമ്പനികളുടെയും ബോർഡിൽ അനിൽ അംബാനി ഇല്ല. അതുകൊണ്ട് തന്നെ ഈ 2 കമ്പനികളുടെയും പ്രവർത്തനങ്ങളെ നടപടികൾ ബാധിക്കില്ല എന്നും കമ്പനികൾ ഉറപ്പു തരുന്നു. ഓഗസ്റ്റ് 5-ാം തീയതി അനിലിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ എന്തൊക്കെയാകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം.